ഇല്ലാ ഖൈറാ, നിങ്ങളെക്കുറിച്ച് നല്ലതല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. അവസാനം ആ സ്വഹാബി പറയുന്നു, അല്ലയോ അലിയേ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ അഭിമുഖമായി എന്നെ കൊണ്ടുപോകാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ നിന്ന് നിസ്കരിക്കുമ്പോ പിന്നിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുകയല്ലാതെ ഹബീബായ റസൂലുള്ളാഹിന്റെ നേരെ എന്നെ കൊണ്ടുപോകല്ലേ. നേരെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് കൊണ്ടുചെന്ന് ഹബീബ് തങ്ങൾ നിസ്കരിക്കുമ്പോ പിന്നിലെ സഫിൽ നിർത്തി. നിസ്കാരം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങൾ വന്നിട്ട് സഹോദരനോട് സലാം പറയുമ്പോൾ അവിടുന്ന് ഹബീബായ നബിയെ നോക്കാൻ നാണം അനുവദിക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോനെ, ഞാനില്ലാത്തപ്പോ നീ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോഴാണ് റസൂലുള്ളാഹിനോട് പറയുന്നു, യാ ഹബീബല്ലാഹ്, കള്ളു കുടിച്ചു നല്ല മോനെ, പെണ്ണ് പിടിച്ചു നല്ല മോനെ, വ്യഭിചരിച്ചു നല്ല മോനെ, കഞ്ചാവടിച്ചു നല്ല മോനെ, തോന്നിവാസങ്ങളുടെ മുമ്പിൽ തപസ്സിരുന്നു നല്ല മോനെ. മറിച്ചവിടുന്ന് റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നടന്നു പോകുന്നതിന്റെ ഇടയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നൊരു പെണ്ണിനെ അറിയാതെ കണ്ണിൽ പെട്ടിട്ട് രണ്ടാമതൊന്ന് നോക്കിപ്പോയി. അതിന്റെ പേരിലാണ് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടതെങ്കിൽ ആധുനികതയുടെ പരിപ്രേക്ഷ്യങ്ങൾക്ക് അടിപ്പെട്ട് കിടന്നുകൊണ്ട് മെഗാ സ്ക്രീനിലൂടെ നഗ്ന ചിത്രങ്ങളെയും പ്രാക്ടിക്കൽ സെക്സിനെയുമൊക്കെ കാണുന്ന ചെറുപ്പക്കാരുണ്ടോ? മോനെ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കണ്ണുകൊണ്ട് സിനിമ കാണുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നിന്റെ മനസ്സുകൊണ്ട് തെറ്റ് ചിന്തിക്കുന്നതിന് അള്ളാഹുവിന്റെ കോടതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പെണ്ണുങ്ങളെ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ അന്യപുരുഷന്റെ നമ്പർ ഡയൽ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നീ നിന്റെ ചെവിയിലേക്ക് വെച്ച് നിന്റെ കൂട്ടുകാരനെ വിളിക്കുന്നത് ലോകാധിനാഥനായ അള്ളാഹുവിന്റെ കോടതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മോളെ, അള്ളാഹുവിന്റെ കോടതിയിൽ നീ രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞിറങ്ങി പെരുവഴിയിൽ നിന്നിട്ട് ഏതോ ഒരുത്തനോട് സല്ലാപം നടത്തിയിട്ട് അവനോടൊപ്പം ഒറ്റ സഞ്ചരിച്ചു നീ തിരുവനന്തപുരത്തും കോവളത്തും വീഗാലാൻഡിലും ഹാപ്പി ലാൻഡിലും നീ കറങ്ങി നടന്നത് മുഴുവനും അള്ളാഹുവിന്റെ കോടതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പെങ്ങളെ, മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ. താൽക്കാലികമായ ഈ ദുനിയാവിന്റെ പളപളപ്പുകളിലും ആസ്വാദ്യതകളിലും നീ വീണുപോയാൽ നിനക്ക് പടച്ചവന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മുടെ സമുദായത്തിലെ ഒരുപാട് പെൺകൊടികൾ വീട് വിട്ടിറങ്ങിപ്പോയില്ലേ? നിങ്ങളതിന്റെ പശ്ചാത്തലം പഠിച്ചിട്ടുണ്ടോ? അയലത്തെ വീട്ടിലെ സഹോദരന്റെ മകള് 16കാരി ചാടിപ്പോയപ്പോഴും സ്വന്തം 16കാരിയായ മകളെ നാളെ ചാടിപ്പോവോന്ന് പേടിക്കാൻ ഇന്നത്തെ വാപ്പാക്ക് കഴിയുന്നില്ല. വാപ്പാക്ക് വേണ്ടത് മോള് എഞ്ചിനീയർ ആകട്ടെ, മോള് ഡോക്ടർ ആകട്ടെ, MBA ആകട്ടെ, MCA ആകട്ടെ, BBA ആകട്ടെ, BCA ആകട്ടെ, ഭൗതികമായ കോഴ്സുകൾ അവള് നേടട്ടെ എന്നല്ലാതെ എന്റെ മകള് അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗത്തെയാകണമെന്ന് ചിന്തിക്കുന്ന വാപ്പമാരുണ്ടോ? കാണാനില്ല. കാരണം എന്താ? SSLCക്ക് മകൾക്ക് മാത്സിന് A+ നഷ്ടപ്പെട്ടാ ദുഃഖിക്കുന്ന വാപ്പ, 3 കൊല്ലം പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന മോള് ലോഹർ നിസ്കരിക്കാത്തതിന്റെ പേരിൽ വേദനയില്ല. എവിടെ പോയി വാപ്പ ഈമാൻ?
8ാം ക്ലാസ് എന്ന പ്രായപൂർത്തിയായ മോള് 10ാം ക്ലാസ് വരെ 3 കൊല്ലം ളുഹർ നിസ്കരിച്ചിട്ടില്ല. അസർ അവൾക്ക് പരിചയമില്ല. മഗ്രിബ് അവള് ശ്രദ്ധിക്കാറില്ല. ഇശായിക്ക് അവൾക്ക് പഠിക്കാനുണ്ട്. സുബഹിക്ക് അവള് വൈകിക്കിടന്നതുകൊണ്ട് ഉറങ്ങിപ്പോകാറുണ്ട്. 7 മണിക്ക് അവള് ട്യൂഷന് പോകാറുണ്ട്. ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കാറുണ്ട്. ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ്സ് നൽകാറുണ്ട്. വേണ്ട ഫീസ് കടം വാങ്ങിയാണെങ്കിലും ലോണെടുത്താണെങ്കിലും നൽകാറുണ്ട്. പക്ഷേ ഇവൾ നാളെ സ്വർഗത്തിലേക്ക് വരണമെന്ന് ആശിക്കാൻ ഈമാനുള്ള വാപ്പമാരെവിടെ? അല്ലാഹുവെക്കുറിച്ചുള്ള വിചാരമുള്ളവരെവിടെ? പടച്ചവനെക്കുറിച്ച് ബോധമുള്ളവരെവിടെ? അതുകൊണ്ട് ഈ സമുദായത്തെ മുഴുവനും മാറ്റിമറിക്കാൻ, തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്താൻ എന്റെ മകന് സാധിക്കണമെങ്കിൽ മദ്യപാനം ഹാനികരമാണെന്ന് എഴുതി വെച്ചതുകൊണ്ട് ആരും മദ്യം കുടിക്കാതിരുന്നിട്ടില്ല. ബീവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ കിടന്ന് തള്ളാറുണ്ട്. അവിടുത്തെ ലൈസൻസിയുടെ ബോർഡിന്റെ താഴെയും എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ഹാനികരമാണെന്ന്. കീശയിലിരിക്കുന്ന സിഗരറ്റിന്റെ പാക്കറ്റിന്റെ മുകളിലുമുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന്. അതുകൊണ്ട് ആരും ഇവിടെ പുകവലിക്കാതിരുന്നില്ല. കള്ളുകുടി മോശമാണെന്നതിന്റെ പേരിൽ, അറിയാത്തതിന്റെ പേരിൽ ആരും ഇവിടെ കുടിക്കാതിരുന്നിട്ടില്ല, അല്ലെങ്കിൽ കുടിച്ചു പോയിട്ടില്ല. ഇൻഫർമേഷനല്ല ഇവിടെ ആവശ്യമുള്ളത്. അവർക്ക് തസ്കിയത്ത് എന്ന് പറയുന്ന ആത്മീയ സംസ്കരണമാണ് വേണ്ടത്. അതിനുള്ള അടിസ്ഥാന മരുന്നാണ് അൽ ഈമാനു ബില്ലാഹ്. അതുകൊണ്ട് എന്റെ മകന് ഈമാനുണ്ടാകണം, എന്റെ മകൾക്ക് ഈമാനുണ്ടാകണമെന്ന് വിചാരമുള്ള വാപ്പ പള്ളിക്കൂടത്തിൽ പോകുന്നതിനേക്കാൾ ഒരു സ്റ്റെപ്പ് അധികം അല്ലാഹുവിന്റെ ദീന് പഠിക്കണമെന്ന വിചാരം വേണം. ഉമ്മാമാര് രാവിലെ കൊച്ചുവെളുപ്പാങ്കാലത്ത് കഷ്ടപ്പെട്ട് ഭക്ഷണമുണ്ടാക്കി ഒരു ചുമടും കയ്യിൽ താങ്ങി LKGയിലേക്ക് ബസ് കയറ്റി വിടുന്നു, അമേരിക്കയുടെ ആദ്യാക്ഷരമായ എ പഠിപ്പിക്കാൻ. അപ്പോഴും അല്ലാഹുവിന്റെ ആദ്യാക്ഷരമായ അലിഫ് പഠിപ്പിക്കാനുള്ള ബോധമില്ല. അല്ലാഹുവെക്കുറിച്ച് പകർന്നു കൊടുക്കാനുള്ള വിചാരമില്ല. അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള വാപ്പമാരെ, നിങ്ങളുടെ മക്കളെ അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കണം. പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം വിവരമുള്ളവരാക്കി മാറ്റണം. അതുകൊണ്ട് ഇവിടെ ഒരു ചുക്കും നഷ്ടപ്പെടാനില്ല. ലോകത്ത് വിലാസം നേടിയത് മുഴുവനും ആലിമീങ്ങളാണ്. നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നുപോയി, ഒരു തെറ്റിദ്ധാരണ. എന്റെ മകൻ മുസ്ലിയാരായ ശമ്പളം കുറച്ചല്ലേ കിട്ടുകയുള്ളൂ, എന്റെ മകൻ മുസ്ലിയാരായാൽ അവന് ഇംഗ്ലീഷ് കിട്ടൂലല്ലോ, എന്റെ മകൻ മുസ്ലിയാരായാൽ സോഷ്യൽ സ്റ്റാറ്റസ് കുറഞ്ഞു പോകുമല്ലോ എന്നാരോ അറിയാതെ അടയാളപ്പെടുത്തിയ ഒരു ഇക്വേഷൻ നിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മാറ്റിവെക്കുമോനെ. ഇവിടെ അറിയപ്പെടുന്നവരെല്ലാം ആലിമീങ്ങളാണ്, ഭരണാധികാരികളല്ല. ശാഫിഈ ഇമാമിനെ അറിയാത്ത ആരെങ്കിലും എന്റെ സദസ്സിലുണ്ടോ? ഇല്ല. എന്നാ ശാഫിഈ ഇമാമിന്റെ കാലഘട്ടത്തിലെ ചക്രവർത്തി ആരായിരുന്നു? നമുക്കറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. ഇമാം അബൂ ഹനീഫ തങ്ങളെ അറിയാത്തവരിവിടെയുണ്ടോ? ഇല്ല. പക്ഷേ അബൂ ഹനീഫ ഇമാമിന്റെ കാലത്തെ ഭരണാധികാരി ആരാണ്? മുझे नहीं जानता हूं, എനിക്കറിയില്ല. ഇനി മാലിക് ഇമാം തങ്ങളെ അറിയാത്തവരിവിടെ ആരാ? മാലിക് ഇമാം തങ്ങളുടെ കാലത്തെ ഭരണാധികാരി ആരാണ്? അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി അറിയാത്തവരാരാണ്? പക്ഷേ അദ്ദേഹം മഹാനവറുകളുടെ കാലഘട്ടത്തിലെ ഭരണാധികാരിയെ ആർക്കറിയാം? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരാരാണ് ലോകത്തുള്ളത്? ജൂതന്മാർക്കറിയാം, ക്രൈസ്തവർക്കറിയാം, ഹിന്ദുസിനറിയാം, മുസ്ലിമീങ്ങൾക്ക് എപ്പോഴും അറിയാം. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ മുതഅല്ലിമായിരുന്നു.
അവലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന മഹാന്മാരാണ്. രാജാധികാരത്തിന്റെ പരവതാനിയോ പട്ടുമെത്തയിലെ സുഖാസ്വാദനങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ കാലാതിവർത്തിയായ വിലാസം അവർക്ക് കിട്ടിപ്പോയി. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ കൈകാര്യം ചെയ്തു പോയി. അതിന്റെ പേരിൽ അവർക്ക് പേരുണ്ടായി. പേരിന് വേണ്ടി ഇൽമ പഠിക്കണോന്നല്ല പറയുന്നത്. ലോകത്തുള്ള എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മിൻ അയ്യാലി അബീ ഹനീഫ, അബൂ ഹനീഫ ഇമാം തങ്ങളുടെ കുടുംബക്കാരാണ്. മാ റഫഅ അഹദുൽ ഖലമൻ ലിതസ്നീഫിൻ ഇല്ലാ വലഹു ലിമ്മത്തുൽ ലിൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശഫഈ. ലോകത്തുള്ള ഒരാളും പേനയെടുത്തിട്ടില്ല അല്ലാഹുവിന്റെ ദീനിന്റെ രചന നടത്താൻ. അയാൾക്ക് ശാഫി ഇമാമിനോട് കടപ്പാടുണ്ടായിട്ടല്ലാതെ. കാരണം ലിഅന്നഹു അവ്വലു മൻ ദവ്വനൽ ഉസൂൽ, നിദാന ശാസ്ത്രമാദ്യമായി ക്രോഡീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ തങ്ങൾ. ആ ശാഫഈ ഇമാം തങ്ങൾ 7 വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 10ാമത്തെ വയസ്സിൽ 11,000 ഹദീസ് മനഃപ്പാഠമാക്കി. 40 ലക്ഷത്തിലേറെ ഹദീസ് മനഃപ്പാഠമാക്കിയ മഹാനാണ് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. എത്ര കൊല്ലായി ശാഫി ഇമാമങ്ങൾ വഫാത്തായിട്ട്? 1100 കൊല്ലം കഴിഞ്ഞു. ഇമാമുന ശാഫഈ തങ്ങൾ ലോകത്തോട് യാത്ര ചോദിച്ചിട്ട് 1 സഹസ്രാബ്ദം കഴിഞ്ഞു. ശാഫി ഇമാം തങ്ങൾ ആരാ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദി ഇൽമാ. ലോകത്തിന്റെ മണ്ഡലങ്ങളെ മുഴുവനും പരിജ്ഞാനത്തിന്റെ പറുദീസ കൊണ്ട്, പെരുവിരൽ കൊണ്ട് നിയന്ത്രിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ തങ്ങൾ. ആ ശാഫി ഇമാം തങ്ങൾക്കുണ്ടായ വിലാസം അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം. ഇത് പറയുമ്പോ പറയും, മുസ്ലിയാരെ ഇപ്പൊ 4 കിതാബ് ഓതി ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? മോനെ, ശാഫി ഇമാം തങ്ങൾ കേവലം ഖുർആൻ മാത്രം പഠിച്ച മഹാനല്ല. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ആസ്ട്രോണമി അറിയാം, ആസ്ട്രോളജി അറിയാം, സുവോളജി അറിയാം, ബോട്ടണി അറിയാം, ഹെൽത്ത് സയൻസ് അറിയാം. ശാഫി ഇമാം തങ്ങൾ എല്ലാ വൈജ്ഞാനിക മണ്ഡലങ്ങളെയും ഉൾക്കൊണ്ട മഹാനാണ്. അതുകൊണ്ട് തന്നെ ശാഫി ഇമാം തങ്ങൾ എഴുതിവെച്ച മസലകൾ മാറ്റിപ്പറയാൻ ലോകത്തൊരാളും കടന്നു വന്നിട്ടില്ല. പെണ്ണിന്റെ മെൻസസിന്റെ നോർമൽ പീരീഡ് പഠിച്ചു ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ തങ്ങൾ. എന്നിട്ട് അതിന്റെ അബ്നോർമൽ പീരീഡ് പഠിച്ചു ശാഫി ഇമാം തങ്ങൾ. ബ്ലീഡിങ്ങിനെ കുറിച്ച് പഠിച്ചു ശാഫഈ ഇമാം തങ്ങൾ. 200-ൽ പരം വരുന്ന അടിമ സ്ത്രീകളുടെ ആർത്തവ ചക്രത്തിൽ ഗവേഷണം നടത്തിയിട്ടാണ് ശാഫി ഇമാം തങ്ങൾ ഹൈലിന്റെ മസലകൾ കിതാബിൽ എഴുതിവെച്ചത്. വെറുതെ ആയിരുന്നില്ല. സൂര്യന്റെയും ചന്ദ്രന്റെയും ഉദയാസ്തമാനങ്ങളെയും ഉദയാസ്തമാന വ്യതിയാനങ്ങളെയും ആസ്ട്രോണമിക്കൽ ചേഞ്ചുകളെയും രാജ്യത്തിന്റെ വ്യതിയാനങ്ങളെയും പഠിച്ചിട്ടാണ് മാസം കാണുന്നതിന്റെയും മാസപ്പിറവിയുടെയും മസല ഇമാമുന ശാഫഈ തങ്ങൾ രേഖപ്പെടുത്തിയത്. അറിയുമോ നിങ്ങൾക്ക്? അതുപോലെ ശാഫി ഇമാമിനറിയാം ഇവിടുത്തെ ബയോളജിക്കൽ സീക്രട്സുകൾ അറിയാം. ശാഫഈ ഇമാമിന്റെ അനുയായികളിൽപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരാൾ ലബോറട്ടറിയിലേക്ക് പല്ലിയെ കൊന്നുകൊണ്ട് പഠിക്കാനുള്ള കാര്യം മനസ്സിലാക്കാൻ എലിയെ കൊന്നുകൊണ്ട് പഠിക്കാൻ പാടില്ല എന്ന മസല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും അന്വേഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും വാതായനങ്ങളിൽ ഇസ്ലാമിക നിയമത്തിന്റെ അത്തിവാരങ്ങളെ അടയാളപ്പെടുത്തിയ ഇമാമുന ശാഫഈ തങ്ങൾ ലോക വൈജ്ഞാനിക സാമ്രാജ്യത്തിലെ ചക്രവർത്തിയാണ്. അല്ലാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെയും അതിന്റെ വ്യാഖ്യാനമായ ഹദീസിനെയും ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ വ്യാഖ്യാനതലങ്ങളെയും പഠിച്ചതുകൊണ്ട് ശാഫി ഇമാം ലോകത്തെ മറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് എന്റെ മകൻ ശാഫി ഇമാമിന്റെ ഒരു അനുയായിയാകണം എന്ന് ചിന്തിക്കാൻ ഒരു മുസ്ലിം വാപ്പാക്കെന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ മഹല്ലിൽ ഒരുപാട് MA-കാരുണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, ഡോക്ടേഴ്സ് ഉണ്ടാവും, ഒരുപാട് ബിസിനസ്മാൻമാരുണ്ടാവും.
ഈ മഹല്ലിൽ എത്ര ആലിമീങ്ങളുണ്ട് എന്ന് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ മഹല്ലിൽ എത്ര മുതഅല്ലിമീങ്ങളുണ്ട് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു.